ഹലോ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന നമ്മുടെ ചരിത്ര സ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള കുറേയധികം വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിവരങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുകയല്ലേ, നമ്മുടെ ചരിത്ര സ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്ന പ്രാചീനമായിട്ടുള്ള കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ചരിത്ര കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് പഠിച്ചു പോകും. റെഡിയാണല്ലോ? അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് എന്താണ് ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരു പ്രദേശത്തെക്കുറിച്ചിട്ട്, ഒരു സ്ഥലത്തെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് ഒരു ചരിത്രം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ലഭിക്കാനുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെയധികം വിരളമാണ്. പ്രത്യേകിച്ച് ഈ ചരിത്രം എന്ന് പറയുന്നത് കുറേ കാലഘട്ടങ്ങൾക്ക് മുൻപ് നടന്നു പോയതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഔദ്യോഗിക രേഖകളൊക്കെ തന്നെയും നശിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ നശിക്കാതെ കിടക്കുന്ന, ഇപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു ഇവല്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നശിക്കാതെ കിടക്കുന്ന കുറേയധികം അവരുപയോഗിച്ചിരുന്ന കല്ലുകൾ, ആയുധങ്ങൾ, അതല്ലെങ്കിൽ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ഫോസിലുകൾ, ഇവയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന വിവരങ്ങളാണ് ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുന്ന ആ ഒരു വാതിൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ചരിത്ര കാലഘട്ടത്തിൻ്റെ സ്രോതസ്സുകൾ, അവയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ചരിത്ര സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും വൈവിധ്യമായിട്ടുള്ള കുറേയധികം സ്രോതസ്സുകളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായിട്ടും ഈ പുരാതനമായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അതൊന്നും നാശമില്ലാതിരിക്കും അല്ലേ? ഈ നാണയങ്ങൾ, ആ നാണയങ്ങൾ എപ്പോഴുള്ളതാണ്? ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യം പ്രബലമാവുന്ന കാലഘട്ടത്തിലായിരിക്കും തീർച്ചയായിട്ടും നാണയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അന്ന് കാലത്ത് ഈ പറയുന്ന റോമൻകാരും അതുപോലെ തന്നെ ചേര സാമ്രാജ്യത്തിലുള്ള ആളുകളും ആ ഒരു കാലഘട്ടത്തിൽ, റോമൻ ചേര കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന നാണയങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, അതുകൂടാതെ ശിലാലേഖകൾ, ഇതുകൂടാതെ തമിഴ് വീരഗാഥകൾ, അതായത് തമിഴ് പ്രദേശങ്ങളെ സംഘകാലഘട്ടങ്ങളിൽ അവയെക്കുറിച്ച് പുകഴ്ത്തി എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ചരിത്ര സംഭവങ്ങളെ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതുമായിട്ടുള്ള തമിഴ് വീരഗാഥകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവയിൽ നിന്നുള്ള വിവരങ്ങൾ, ഇതുകൂടാതെ ഗ്രന്ഥവരികൾ, അതായത് നമ്മുടെ നാട്ടിൽ നമ്മളായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള സ്രോതസ്സുകൾ ലഭ്യമല്ലാത്ത പല കാര്യങ്ങളുടെയും ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ നമുക്ക് ഈ ഒരു കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ സന്ദർശിച്ചിട്ടുള്ള പല സഞ്ചാരികളുടെയും ആ ഒരു വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വിദേശ സഞ്ചാരികളുടെ, പ്രധാനമായിട്ടും ഗ്രീക്ക് സഞ്ചാരികൾ, റോമൻ, ചൈനീസ്, അറബികൾ, പോർച്ചുഗീസ് തുടങ്ങിയവരുടെ യാത്രാ വിവരണങ്ങൾ, ഇവയൊക്കെയാണ് നമുക്ക് സുപ്രധാനമായിട്ടും ലഭ്യമാകുന്ന ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഏകദേശം 11ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ കേരളം ഇപ്പോഴിരിക്കുന്ന ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ വിപുലമായി ഉണ്ടായിരുന്ന മൂഷകവംശം എന്ന് പറയുന്ന ആ ഒരു രാജവംശത്തെക്കുറിച്ചിട്ടുള്ള രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മൂഷകവംശ കാവ്യം എന്ന് അറിയപ്പെടുന്ന ആ ഒരു പുസ്തകത്തിൽ നിന്നുമാണ്. അവിടെ നിന്ന് കണ്ണൂരിലെ ഏഴിമല ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന മൂഷകവംശത്തെക്കുറിച്ചിട്ട് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഈ മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഈ ഒരു മൂഷകവംശത്തെ കുറിച്ചിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതുലൻ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ, അദ്ദേഹമായിരുന്നു ഈ പറയുന്ന മൂഷകവംശ രാജാവായിരുന്ന ശ്രീകണ്ഠൻ്റെ കൊട്ടാരം കവിയായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു അതുലൻ എന്ന് പറയുന്ന കവി. അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് ഈ ഒരു മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത്. CE 11ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഏകദേശം കേരളം ഇരിക്കുന്ന ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു മൂഷകവംശം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ വംശചരിത്ര കൃതിയാണ് മൂഷകവംശ കാവ്യം എന്ന് പറയുന്നത്. കൽഹണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ രചിച്ചിട്ടുള്ള രാജതരംഗിണി എന്ന് പറയുന്ന ഒരു ചരിത്രരേഖ രചിക്കപ്പെടുന്നതിൻ്റെയും ഒരു നൂറ്റാണ്ട് മുൻപാണ് മൂഷകവംശ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്.
ഇതിനുശേഷം കേരളത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള മഹാശിലായുഗത്തിൻ്റെ കുറേയധികം അവശേഷിപ്പുകളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് സിന്ധു നദീതട സംസ്കാരം, അതിനു മുൻപ് ആ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ഇവയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദക്ഷിണേന്ത്യയിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഹ്യൂമൻ സെറ്റിൽമെൻറ്റുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നീടാണ് ഈ ഒരു മഹാശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കേരളം ഇരിക്കുന്ന ഈ ഒരു പ്രദേശത്ത് നിന്നും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ മഹാശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ആ ഒരു സ്രോതസ്സുകൾ എന്ന് നോക്കാം. അപ്പോൾ മഹാശിലായുഗം എന്ന് പറയുന്നത് തന്നെ പ്രാചീന മനുഷ്യൻ ശിലകളെ അല്ലെങ്കിൽ കല്ലുകളെ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടമാണ് മഹാശിലായുഗം എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ പ്രാചീന ശിലായുഗവും പിന്നീട് കുറച്ചും കൂടെ ചെറിയ തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള ടൂളുകൾ മെരുക്കി ഉണ്ടാക്കാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനെ നവീന ശിലായുഗം എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ വലിയ ശിലകൾ, അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ ആ ഒരു അവശേഷിപ്പുകളായിട്ടുള്ള വലിയ ശിലകൾ, കരിങ്കല്ലുകൾ, ചെങ്കല്ല്, ഇവയൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്മാരകങ്ങളൊക്കെ ആ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മാരകമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ, കല്ലറകൾ, നാട്ടുകല്ല് എന്നിവയൊക്കെയാണ്. ഇവയൊക്കെ തന്നെ ഈ പറയുന്ന അന്ന് കാലഘട്ടത്തിലെ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഈ പറയുന്ന ശവം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കല്ലുകളുടെ അവശേഷിപ്പുകളാണ് ഈ പറയുന്നതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന കല്ലുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു മഹാശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടിട്ടുള്ള കുറേയധികം ഗുഹകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഒരു ഗുഹകൾ അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കിയിലുള്ള മറയൂരിൽ നിന്നും അതുപോലെ തന്നെ വയനാട് നിന്നുള്ള എടയ്ക്കൽ ഗുഹയിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ തൊവരി, വയനാട്ടിലുള്ള തൊവരി എന്ന് പറയുന്ന പ്രദേശം, തിരുവനന്തപുരത്തെ ആനക്കോട് എന്ന് പറയുന്ന പ്രദേശം, കൊല്ലത്തെ തെന്മല, ഇവിടെയൊക്കെ നിന്നുമാണ് നമുക്ക് കുറച്ച് അവശേഷിപ്പുകൾ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. കേരളത്തിലെ ശിലായുഗത്തെക്കുറിച്ച് ഭൗതികമായിട്ടുള്ള തെളിവുകൾ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു കാലഗണന, അതായത് ഏത് കാലഘട്ടത്തിലാണ് ഏകദേശം ഇവിടെ ശിലായുഗം നിലനിന്നിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാലഗണന അനുസരിച്ച് കണ്ടെത്താനായിട്ട് വലിയ രീതിയിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്രാതീത കാലം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലുള്ള ഈ ഒരു ചരിത്രാതീത കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശിലായുഗത്തെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊന്നും അധികം വ്യാപകമായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 1863 വർഷത്തിൽ റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറയുന്ന ചരിത്രാന്വേഷകൻ മദ്രാസ് പ്രദേശത്ത് നിന്നും ഈ ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് മുതലാണ് ദക്ഷിണേന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശിലായുഗ പഠനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് മദ്രാസിലെ പല്ലാവരത്ത് നിന്നും ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശില ആയുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇതോടുകൂടി ഇന്ത്യയിൽ ശിലായുഗത്തെക്കുറിച്ചിട്ടുള്ള പഠനം ആരംഭിച്ചു. ഇതുകൂടാതെ ആ ഒരു പ്രദേശത്ത് അന്ന് 1863 മദ്രാസിൽ ഇത് കണ്ടെത്തുന്നുണ്ടെങ്കിലും അന്ന് വിശ്വസിച്ചിരുന്നത് ഇവിടെയുള്ള ആ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകതകളൊക്കെ കാരണം അന്നത്തെ ശിലായുഗ മനുഷ്യർ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടാവില്ല എന്നും കേരളത്തിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവില്ല എന്നുമായിരുന്നു അന്ന് ആ ഒരു പ്രാഥമികമായിട്ട് നിഗമനത്തിൽ ഏർപ്പെട്ടിരുന്നത്. പിന്നീട് 1970 ശേഷം കേരളത്തിലും ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആയുധങ്ങൾ കണ്ടെത്തുണ്ടായി. അങ്ങനെ കോഴിക്കോടുള്ള ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ടോഡ് സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തുന്നതോടുകൂടി കേരള പ്രദേശത്തിലുണ്ടായിരുന്ന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വ്യക്തതയിലേക്ക് എത്തുകയാണ് ചരിത്രാന്വേഷകർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചരിത്ര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കുടക്കല്ല്, തൊപ്പിക്കല്ല് തുടങ്ങിയിട്ടുള്ള പഞ്ഞിക്കല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ നമ്മൾ തന്നിട്ടുള്ളത്. പിന്നീട് ഈ പ്രീ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പീരീഡിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത്
1973 കാലഘട്ടത്തിൽ ഇടുക്കിയിലെ മറയൂരിൽ നിന്നും കുറേയധികം നിയോലിത്തിക് കാലഘട്ടത്തിലെ സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഇതുകൂടാതെ പാലക്കാടുള്ള കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പുരാതന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാചീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ആയുധങ്ങൾ പി രാജേന്ദ്രൻ 1974 കണ്ടെത്തുണ്ടായി. പിന്നീട് നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം മേഖലകളാണ് നോക്കാൻ പോകുന്നത്. ആ കൂട്ടത്തിൽ വരുന്നതാണ് താമരശ്ശേരി, പുതാടി, പറമ്പിക്കുളം, മൺട്രോത്തുരുത്ത്, ആനക്കര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. ഇവിടെ നിന്നും നമുക്ക് നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടയാളങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഉപജീവന രീതിയെക്കുറിച്ചിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു ദൃശ്യം നൽകുന്നതായിരുന്നു ഈ ആയുധങ്ങളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പഴയ ശിലായുഗത്തിൽ അല്ലെങ്കിൽ പുരാതന ശിലായുഗ കാലഘട്ടത്തിൽ വേട്ടയാടലും ഭക്ഷണ ശേഖരവും ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും മധ്യശിലായുഗം ആയിരുന്ന സമയത്തേക്ക് ഈ ഒരു വേട്ടയാടലും ഭക്ഷണ ശേഖരവും മാറിയിട്ട് കുറച്ചുകൂടെ മീൻപിടുത്തം പോലെയുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുന്നുണ്ടെന്നും നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിനും അന്നത്തെ ആയുധങ്ങളും കാര്യങ്ങളും നോക്കുമ്പോൾ അപ്പോൾ മനുഷ്യൻ കൃഷി ചെറിയ രീതിയിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങിയെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന പുരാതനമായിട്ടുള്ള കുറേയധികം അടയാളങ്ങളിൽ നിന്നും ചരിത്രത്തെ നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് മൊത്തത്തിലുള്ളൊരു ചരിത്രവും ആ ഒരു പ്രദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രവും അവിടെ നമുക്ക് തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ വിശാലമായ ഒരു പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രമാണ് പൊതുവെ രേഖപ്പെടുത്തുക. അതേസമയം പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ചരിത്രമായിരിക്കും. ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ മേഖലയിലുള്ള ചില വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായിട്ടുള്ള ചരിത്രാന്വേഷണമാണ് പ്രാദേശിക ചരിത്രാന്വേഷണം എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ചരിത്രാന്വേഷണത്തിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തെളിവുകൾ, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കുറേയധികം അവശേഷിപ്പുകൾ ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതേസമയം പ്രാദേശിക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പ്രാദേശികമായിട്ട് നിലനിന്ന് വരുന്ന കുറേയധികം ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ ഇവയൊക്കെ പണ്ടുകാലം തൊട്ടേ മനുഷ്യൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് തുടങ്ങപ്പെട്ടിട്ടുള്ള ഒരു ആചാരവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചരിത്രവും നമുക്കവിടെ കണ്ടുകിട്ടാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ, അതേപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ മനുഷ്യൻ്റെ രുചിശീലങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ, അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാദേശിക ചരിത്ര രചനയുടെ ഭാഗമായിട്ട് മാറുന്നു. ഇതുകൂടാതെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രദേശത്തെ ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, ആ ഒരു പ്രദേശത്തെ സമൂഹങ്ങൾ ഇവയൊക്കെ വിശാലമായ കാഴ്ചപ്പാടിലാണ് വിലയിരുത്തുന്നത്. അതേസമയം പ്രാദേശിക ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ചിട്ട് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു എന്നുള്ളതാണ്. അതായത് മൊത്തത്തിലുള്ള ഭാരതത്തിലെ ശിലായുഗത്തിൻ്റെയോ അല്ലെങ്കിൽ വെങ്കലയുഗത്തിൻ്റെയോ ഒക്കെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചധികം പ്രധാനമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ചരിത്ര സൈറ്റുകൾ മാത്രമേ നമുക്ക് മുൻപിലേക്ക് വരികയുള്ളൂ. അതേസമയം പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിൽ തന്നെയുള്ള പെർട്ടിക്കുലറായിട്ടുള്ള ഒരു ഏരിയയിലുള്ള പെർട്ടിക്കുലറായിട്ടുള്ള കുറേയധികം സംഭവങ്ങളുടെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്കവിടെ ലഭ്യമായിട്ട് വരുന്നു. മഹാശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം സ്മാരകങ്ങളാണ് ഈ ഒരു തന്നിട്ടുള്ളത്. നമ്മുടെ SCERT പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ എന്നിവയാണ് ഇവയൊക്കെ. ഇതൊക്കെ തന്നെ അന്ന് കാലഘട്ടത്തിലെ ശവസംസ്കാര രീതിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുടർന്ന് വന്നിരുന്ന കുറേയധികം നിർമ്മിതികളായിരുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ ഒരു ശിലായുഗത്തിൻ്റെ അടയാളങ്ങൾ കേരളത്തിൻ്റെ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയതിന് ശേഷം ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട്, ഇരുമ്പ് യുഗവുമായിട്ട്, അയൺ ഏജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം കണ്ടെത്തലുകളിലേക്കും ചരിത്രാന്വേഷികൾ എത്തിപ്പെടുന്നുണ്ട്. ഇരുമ്പ് ആയുധങ്ങൾ, ആഭരണങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ ഇവയൊക്കെ പല സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ചു. അപ്പോൾ ഇരുമ്പ് യുഗത്തിൻ്റെ അടയാളങ്ങളായിരുന്നു ഇവയൊക്കെ. ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയൺ ഏജ് എന്ന് പറയുന്ന സമയത്ത് ഇരുമ്പ് ആയുധമായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരുമ്പിനെ വളരെയധികം ഒരുപാട് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നീ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെയായിരുന്നു ഇരുമ്പ് യുഗം നിലനിന്നിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രദേശങ്ങൾ. പിന്നീട് തമിഴ്നാട്ടിലുള്ള ആദിച്ചനല്ലൂർ,
കർണാടകയിലുള്ള ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലുള്ള നാഗാർജുനകൊണ്ട തുടങ്ങിയിട്ടുള്ള പ്രദേശത്തു നിന്നും ഇരുമ്പ് യുഗത്തിന്റെ തെളിവുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുകൂടാതെ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഇരുമ്പ് യുഗത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മഹാശിലായുഗവും ഇരുമ്പ് യുഗവും ഇവയുടെ രണ്ടിൻ്റെ അവശേഷിപ്പുകൾ കേരളം അടങ്ങുന്ന ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു അല്ലേ. അപ്പോൾ BCE 300 മുതൽ CE 500 വരെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ വരെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. മഹാശിലായുഗങ്ങളിൽ വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ശവസംസ്കാര സ്മാരകങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ശിലായറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ, കല്ലറകൾ, ഇതുകൂടാതെ നന്നങ്ങാടികൾ, അതായത് ശവമടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഭരണി പോലെയുള്ള ഒരു സംവിധാനമാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. ഇതുകൂടാതെ വീരക്കല്ലുകൾ, അതായത് ഈ പറയുന്ന മരിച്ചുപോയ ആളുകളുടെ തലയ്ക്ക് മുകളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് സ്ഥാപിക്കപ്പെടുന്ന കല്ലുകളാണ് ഈ വീരക്കല്ലുകൾ എന്ന് പറയുന്നത്. ഇവയിൽ നിന്നുമൊക്കെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു അവശേഷിപ്പുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് ഈ ഒരു ചരിത്രകാലവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? ചുവപ്പും കറുപ്പും കലർന്നിട്ടുള്ള മൺപാത്രങ്ങൾ, ഇരുമ്പ് ആയുധങ്ങളായിട്ടുള്ള കത്തി, വാള്, അരിവാള്, കുന്തം, തൃശൂലം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഇരുമ്പ് വിളക്കുകൾ, കൽമുത്തുകൾ, ഇവയൊക്കെ ഇരുമ്പ് യുഗത്തിൻ്റെ അടയാളങ്ങളായിട്ട് ലഭ്യമായിട്ടുണ്ട്. ഇതുകൂടാതെ ചാത്തപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ആദ്യമായിട്ട് ഈ ഒരു ചരിത്ര അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പ് യുഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്ഖനനം നടന്നു 1819 കാലഘട്ടത്തിൽ. ഇതുകൂടാതെ ബംഗ്ലാവ്, മൊട്ടപ്പറമ്പ്, ഫറൂഖ്, പോർക്കളം, മങ്ങാട്, ആനക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ഇരുമ്പ് യുഗത്തിൻ്റെ അവശേഷിപ്പുകൾ ഉത്ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സംഘകാലത്തെ കുറിച്ചിട്ടാണ്. കേരളം ഇന്നിരിക്കുന്ന ഈ ഒരു പ്രദേശം, തമിഴ്നാടിരിക്കുന്ന ഒരു പ്രദേശം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദക്ഷിണേന്ത്യയുടെ ഈ ഒരു ഭൂരിപക്ഷം പ്രദേശവും അടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തെ തമിഴകം എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഈ തമിഴകത്തെക്കുറിച്ചിട്ടും ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്ന മൂവേന്തന്മാരായിട്ടുള്ള രാജാക്കന്മാരെ പറ്റിയിട്ടുമുള്ള അറിവുകളും ആ ഒരു കാര്യങ്ങളുമെല്ലാം തന്നെ നമുക്ക് സംഘകാലത്തെ കൃതികളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ രാജാക്കന്മാർ ദക്ഷിണേന്ത്യയെ തമിഴകമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ പറയുന്ന പേരാണ് സംഘകാലം എന്ന് പറയുന്നത്. ഈ പ്രദേശത്തു നിന്നും പഴന്തമിഴ് പാട്ടുകൾ, കൂടാതെ നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ഇതുകൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലിഖിതങ്ങൾ, ഇവയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു മധുര എന്ന് പറയുന്ന ആ ഒരു തമിഴ്നാട്ടിലെ പ്രദേശം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയെ പറയുന്ന പേരാണ് സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ അന്ന് ആ ഒരു തമിഴ് കൂട്ടായ്മ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സംഘകാലം എന്നും വിളിക്കപ്പെടുന്നു. കലയും സംസ്കാരവും സാഹിത്യവും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരം നേടിയ ഒരു കാലഘട്ടമാണ് സംഘകാലം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് കാലത്തെ ആ ഒരു സംഘകാലത്തെ കുറിച്ചിട്ടുള്ള ചരിത്രം നമുക്ക് വളരെ പ്രധാനമായിട്ടും സംഘ സാഹിത്യത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. സംഘകാലത്തെ ഗായകരുടെ അല്ലെങ്കിൽ കവികളുടെ പാട്ടുകളുടെ സമാഹാരത്തെയാണ് നമ്മൾ സംഘസാഹിത്യം എന്നുകൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഘകാലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ പാട്ടുകൾക്കകത്ത് അകം പാട്ടുകൾ, പുറം പാട്ടുകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അകം പാട്ടുകളിൽ കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും കുറിച്ച് പരാമർശിക്കുന്നു. അതായത് രാജ്യത്തിനകത്തുള്ള ആ ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ചിട്ടും അന്ന് കാലത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചിട്ടും അകം പാട്ടുകൾ എന്ന് പറയുന്നതിനകത്ത് പരാമർശിക്കുന്നു. അതേസമയം പുറം പാട്ടുകളിലേക്ക് പോകുന്ന സമയത്ത് സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിവരങ്ങൾ, സൈനികമായിട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ സൈനികമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആ ഒരു വലിയ ചിത്രത്തെ, ആ ഒരു ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു, പുറം പാട്ടുകൾക്കകത്ത് പരാമർശിക്കുന്നു എന്നുള്ളതാണ്. സംഘകാലത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ സംഘകാലത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേയധികം കൃതികളുണ്ട്. അവയാണ് പുറനാനൂറ്, അകനാനൂറ്, കുറുന്തൊകൈ, നറ്റിണൈ, 10 തുടങ്ങിയിട്ടുള്ള കൃതികൾ. അപ്പോൾ ഇത് അകനാനൂറാണ് ഈ ഒരു കൃതി എന്ന് പറയുന്നത്. ഇത് കൂടാതെ അന്ന് കാലഘട്ടത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള മറ്റു കുറച്ച് കൃതികളാണ് തിരുക്കുറൽ,
തിരുവള്ളുവർ രചിച്ചിട്ടുള്ള തിരുക്കുറൽ, ഇതുകൂടാതെ ചിലപ്പതികാരം കേട്ടിട്ടുണ്ടാവും. ഇളങ്കോവടികൾ എഴുതിയിട്ടുള്ളതാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. കണ്ണകയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരം. ഇതുകൂടാതെ മണിമേഖല എന്ന് പറയുന്ന ആ ഒരു കൃതി, അത് ചിത്തലൈ ചാത്ത എന്ന് പറയുന്ന എഴുത്തുകാരൻ രചിച്ചിട്ടുള്ളതാണ്. കോവലൻ്റെയും മാധവിയുടെയും മകളുടെ കഥ പറയുന്ന ഒരു രചനയാണ് മണിമേഖല എന്ന് പറയുന്നത്. ഇവയൊക്കെ സംഘകാല കൃതികളാണ്. ഈ പറയുന്ന കൃതികളിൽ നിന്നും അന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു അവശിഷ്ടങ്ങളിൽ നിന്നും സംഘകാലത്തെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അന്നത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമൂഹിക വിഭജനം അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. സാമൂഹികമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല, പകരം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീ പുരുഷ സമത്വം ഏറെക്കുറെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു സംഘകാലം എന്ന് പറയുന്നത്. അന്നത്തെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയായിരുന്നു. ഇതുകൂടാതെ മറ്റ് തൊഴിലുകൾ കന്നുകാലി മേയ്ക്കല്, മീൻപിടുത്തം, വേട്ടയാടൽ തുടങ്ങിയവയായിരുന്നു. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം അത്യാവശ്യം ഫ്ലറിഷ് ചെയ്ത് വന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു സംഘകാലം. കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവയൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവ ഇറക്കുമതിയും ചെയ്തിരുന്നു സംഘകാലഘട്ടത്തിൽ. സംഘകാലഘട്ടത്തിലെ സമൂഹം പ്രധാനമായിട്ടും 5 തിണകളായിട്ട് വേർതിരിഞ്ഞിരുന്നു. ഇവയെ നമ്മൾ ഐൻതിണകൾ എന്നാണ് വിളിക്കുക. എങ്ങനെയായിരുന്നു ആ തിണകളെ വേർതിരിച്ചിരുന്നത്? ഭൂവിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു വേർതിരിവ്. ഭൂവിഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവിടുത്തെ ഒരു ജീവിത രീതി മാറുമല്ലേ, അതേപോലെ തന്നെ ഓരോ തിണകളിലും അവലംബിച്ച് വന്നിരുന്ന തൊഴിലിൻ്റെ രീതികളും എന്ത് ചെയ്തിരുന്നു, മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് കുറിഞ്ചി എന്ന് പറയുന്ന മേഖലയാണ്. കുറിഞ്ചി എന്ന് പറയുന്നത് കാട്, മല ഒക്കെ അടങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളാണെന്നുണ്ടെങ്കിലും മലയും കാടും ഒക്കെ ഉള്ളൊരു പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേട്ടയാടൽ. കാടാണല്ലോ, വേട്ടയാടൽ, അതുപോലെ തന്നെ വനവിഭവങ്ങളുടെ ശേഖരണം, ഇവയായിരിക്കും. ഇതുകൂടാതെ മുല്ലൈ പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ, കുറിഞ്ചി കഴിഞ്ഞാൽ പിന്നെ മുല്ലൈയാണ്. മുല്ലൈ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഈ കാടിൻ്റെ ആ ഒരു വലിപ്പം കുറഞ്ഞിട്ട് പുൽമേടുകളായിട്ട് മാറും. പുൽമേടുകൾ നിറയുള്ള പ്രദേശത്ത് എന്ത് തൊഴിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? കന്നുകാലി മേക്കലായിരിക്കും തീർച്ചയായിട്ടും, അല്ലേ? അത് കഴിഞ്ഞ് മുല്ലൈ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് പാലൈ വനം അല്ലെങ്കിൽ പാലൈ എന്ന് പറയുന്നത്. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് വാക്ക് പാലൈ വനം, പാലൈ എന്നൊക്കെ പറഞ്ഞാൽ മരുഭൂമി എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ പാലൈ എന്ന് പറയുന്നത് വളരെ വരണ്ട ഒരു പ്രദേശമായിരുന്നു. ഈ വരണ്ട പ്രദേശത്ത് നിന്ന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ കൊള്ളയും കവർച്ചയുമായിരുന്നു പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മറ്റുള്ള തിണകളിലുള്ള ആളുകൾ കന്നുകാലിക്ക് വേണ്ടിയിട്ടും കൃഷിക്ക് വേണ്ടിയിട്ടും ഒക്കെ പരസ്പരമായിട്ടുള്ള കിടമത്സരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പാലൈ പ്രദേശത്ത് നിന്നും അവിടെ തട്ടിപ്പ് വെട്ടിപ്പ് നടത്താനോ അല്ലെങ്കിൽ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പങ്കെടുക്കാനോ ഒക്കെ തന്നെ പോയിരുന്ന ആളുകളായിരുന്നു പാലൈ പ്രദേശത്ത് ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ മരുതം എന്ന് പറയുന്ന പ്രദേശമാണ്. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്, വയൽ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ വയൽ പ്രദേശമാകുമ്പോൾ തീർച്ചയായിട്ടും കൃഷിയായിരിക്കും അവിടുത്തെ ഉപജീവന മാർഗം. അത് കഴിഞ്ഞാൽ നെയ്ത്തലാണ്. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശമാകും. തീരപ്രദേശത്ത് തീർച്ചയായിട്ടും എന്തായിരിക്കും ഉപജീവന മാർഗം? മീൻപിടുത്തമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കുറുക്കലും. ഇത്രയുമായിരുന്നു അന്ന് കാലഘട്ടത്തിലെ ആ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഡിവിഷനും ആ ഡിവിഷൻ അനുസരിച്ചിട്ടുള്ള തൊഴിൽ രീതികളും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കുറിഞ്ചി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, ഇവിടെ മലയാണ്, നമ്മുടെ സഹ്യപർവ്വതം ഒക്കെ ഇരിക്കുന്ന പ്രദേശമാണല്ലോ അല്ലേ ഇത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ സഹ്യപർവ്വതത്തിൻ്റെ ആ ഒരു പൊക്കം കുറഞ്ഞു. അപ്പോൾ എന്തായി? പുൽമേടുകളായി. അതിന് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായി? പാലയായിട്ട് വരും. പിന്നെ അങ്ങനെയുള്ള ഓരോരോ പ്രദേശങ്ങൾ നമുക്കിങ്ങനെ നോക്കി പോകാം. ഏറ്റവും ലാസ്റ്റ് കടൽ തീരത്തിലെത്തുമ്പോഴത്തേക്കിനും എന്താവും? നെയ്ത്തൽ ആയിട്ടും മാറും. ക്ലിയർ ആയല്ലോ? ഇതുകൂടാതെ അന്ന് വാണിജ്യം അത്യാവശ്യം നല്ല രീതിയിൽ വിപുലീകരിച്ച് വന്നിട്ടുള്ള കാലഘട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങാടികൾ, വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങളായിട്ടുള്ള അല്ലങ്ങാടി രാത്രി ചന്തയും നാളങ്ങാടി എന്ന് പറയുന്ന പകൽ ചന്തയും നിലനിന്നിരുന്നു സംഘകാലഘട്ടത്തിൽ. സംഘകാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് നമ്മളൊന്ന് നോക്കി പോകേണ്ടതുണ്ട്, പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ മണിമേഖല എന്ന് പറയുന്ന ആ ഒരു പുസ്തകമുണ്ടല്ലോ, ആ പുസ്തകത്തിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഈ ശവം മറവ് ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ചുടുവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം ദഹിപ്പിക്കുന്ന ആളുകളാണ്. ഇടുവോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം തുറസായ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോകുന്ന ആളുകളാണ്. തൊടുകുഴി പടുപ്പോർ എന്ന് പറഞ്ഞാൽ കുഴിയിൽ ശവശരീരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കൂടെ ചേർത്ത് അടക്കം ചെയ്യുന്ന ആളുകൾ.
പിന്നെ താഴിയിടിനപ്പോർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള അറകളിൽ സിസ്റ്റ് പോലെയുള്ള കുറേയധികം മേഖലകളിൽ ശവശരീരത്തെ മറവ് ചെയ്യുന്ന ആളുകൾ. പിന്നെ താഴിയിൽ കവിപ്പോർ എന്ന് പറഞ്ഞാൽ ശവശരീരം ഭരണിയിൽ വെച്ചിട്ട് നന്നങ്ങാടി പോലെയുള്ള സാധനങ്ങളിൽ വെച്ചിട്ട് അടക്കം ചെയ്യുന്ന ആളുകൾ. ഇത്തരത്തിലായിരുന്നു സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശവം മറവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശവം മറവ് ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത് അന്ന് കാലഘട്ടത്തിലെ വിശ്വാസവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കും അല്ലേ. അപ്പോൾ അന്നത്തെ വിശ്വാസം, മരണാനന്തര ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം കാരണം ശവത്തോടൊപ്പം ആ ഒരു വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കുറേയധികം വസ്തുക്കളും കൂടെ ചേർത്ത് അടക്കം ചെയ്യുന്ന ഒരു രീതി സംഘകാലം തൊട്ടേ നിലനിന്നിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് അരിയന്നൂര്, ചേരമനങ്ങാട്, തൃശ്ശൂരുള്ള ചേരമനങ്ങാട് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു അവശിഷ്ടങ്ങളിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. അന്നത്തെ കാലഘട്ടത്തിലുണ്ടായ കൈമാറ്റവും വ്യാപാരവുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കൊയ്ത്തിന് ശേഷം ലഭിക്കുന്ന ഈ നെല്ല് കൃഷി വ്യാപകമായിരുന്നല്ലോ. ഈ നെല്ല് ആ ഒരു രാജ്യത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ അവനവന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ നെല്ല് ബന്ധുക്കൾക്കും അതേപോലെ തന്നെ പാട്ടുകാർക്കും യോദ്ധാക്കൾക്കും ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത് നൊടുത്തൽ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റം പോലെയുള്ളൊരു രീതിയും സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിനിമയ കേന്ദ്രങ്ങൾ, ഈ വാണിജ്യവും വ്യാപാരവും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാകുമ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ആ ഒരു പ്രദേശത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ചന്തകൾ രൂപപ്പെട്ടു വരും അല്ലേ. അപ്പം അത്തരത്തിൽ ചന്തകൾ, അങ്ങാടികൾ ഒക്കെ തന്നെ സംഘകാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ഇനി യവനരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. യവനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കുകാരാണ്. അന്ന് കേരളം അടങ്ങുന്ന ഈ ഒരു സംഘകാല പ്രദേശത്തും ഒക്കെ തന്നെ വ്യാപാരം നടത്തിയിരുന്ന ആളുകളായിരുന്നു ഗ്രീക്കുകാരെന്ന് പറയുന്നത്. ഗ്രീക്കുകാർ കൂടാതെ റോമൻകാർ, പശ്ചിമേഷ്യൻ വ്യാപാരികൾ ഇവയൊക്കെ ഇവിടെ വന്ന് വ്യാപാരം നടത്തിയിരുന്നു. ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു യവനർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഉമണറാണ്. ഉമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വ്യാപാരികളായിരുന്നു സംഘകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന. ഈ വ്യാപാരം വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നിരുന്നത് കൊണ്ട് തന്നെ വ്യാപാരി വിഭാഗങ്ങൾ അന്ന് രൂപപ്പെട്ടു വന്നിരുന്നു. വ്യാപാരി വിഭാഗങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് സ്വർണം വിൽക്കുന്ന പൊൻവാണികൻ, അതേപോലെ തുണി വിൽക്കുന്ന അറുവൈവാണികൻ, അതേപോലെ കലപ്പയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ അയാൾ കൊഴുവാണികൻ, ഉപ്പാണ് വിൽക്കുന്നതെങ്കിൽ ഉപ്പ് വാണികൻ, അതേപോലെ കള്ളാണ് കൊണ്ടുവന്ന് വിൽക്കുന്നതെങ്കിൽ പാനിത വാണികൻ എന്നിങ്ങനെ ആ ഒരു വ്യാപാരി വിഭാഗങ്ങൾ രൂപപ്പെട്ടു വന്നു. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കുറേയധികം നാണയങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. കോട്ടയത്ത്, ഏഴിമലയിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശത്തൊക്കെ നമുക്ക് മുദ്രാങ്കിതമായിട്ടുള്ള നാണയങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ നാണയങ്ങളിൽ മുദ്ര പതിപ്പിക്കുക എന്ന് പറയുമ്പോൾ വ്യാപാരമാണത് സൂചിപ്പിക്കുന്നത്. ട്രേഡ് ഉള്ളപ്പോഴാണ് നമ്മുടെ രാജ്യത്തെയോ പ്രദേശത്തെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുദ്ര പതിപ്പിച്ചുകൊണ്ട് ആ ഒരു നാണയങ്ങൾ ഇറക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇറക്കുമതി അന്ന് ചെയ്തിരുന്നു. ഇറക്കുമതി ചെയ്ത ആ ഒരു വസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ത്യൻ റൗലറ്റ് വയർ, ഗന്ധകക്കല്ല്, ഇന്ദ്രനീലക്കല്ല്, മാണിക്യം, വൈഡൂര്യം, സ്ഫടികക്കല്ല് എന്നിവയൊക്കെ തന്നെ ഇറക്കുമതിയും ചെയ്തിരുന്നു. സമുദ്ര വ്യാപാരം അന്ന് അത്യാവശ്യം. അപ്പോൾ സമുദ്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന തുറമുഖങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. നൗറ, തിൻഡീസ്, മുസിരിസ്, നെൽസിൻഡ, ബലിത എന്നിങ്ങനെയുള്ള പ്രദേശങ്ങളെ കുറിച്ചിട്ടും തുറമുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ അതിൽ നിന്നും സമുദ്ര വ്യാപാരവും അത്യാവശ്യം നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ മുസിരിസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് പറയുന്ന ഈ മുസിരിസ് എന്ന് പറയുന്ന ഈ തുറമുഖം, അത് പെരിയാർ നദീതടത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു. ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂർ പട്ടണമാണ്. ഇപ്പോൾ മുസിരിസ് തുറമുഖമായിട്ട് ഇല്ല. പിന്നീട് വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നശിച്ചു പോയ ഒരു തുറമുഖമാണ് ആ മുസിരിസ് എന്ന് പറയുന്ന പ്രദേശം. പക്ഷേ പ്രാചീന കാലഘട്ടത്തിൽ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു തുറമുഖമായിരുന്നു മുസിരിസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. പുരാവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് പുരാവസ്തു ശാസ്ത്രവും ആ ഒരു പട്ടണത്തിലെ ആ ഒരു പ്രദേശത്തുള്ള പ്രാദേശിക ചരിത്രവും കണ്ടെത്താനായിട്ട് പറ്റും. പുരാവസ്തു ശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ആർക്കിയോളജിയെക്കുറിച്ച് പറയുമ്പോൾ ഭൗതിക അവശിഷ്ടങ്ങളിലൂടെ ഭൂതകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശാസ്ത്രമാണ് പുരാവസ്തു ശാസ്ത്രം അല്ലെങ്കിൽ ആർക്കിയോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യനിർമ്മിത വസ്തുക്കൾ, ആർട്ടിഫാക്റ്റുകൾ,
അതുകൂടാതെ സ്ഥാവര വസ്തുക്കൾ, ഫീച്ചറുകൾ, പിന്നെ ജൈവേതര അവശിഷ്ടങ്ങൾ, എക്കോ ഫാക്ട് എന്നിവയൊക്കെയാണ് ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയിരുന്ന കെട്ടിടങ്ങൾ, ഈ കുടക്കല്ല്, തൊപ്പിക്കല്ലൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതുകൂടാതെ സ്ഥാവരമായിട്ടുള്ള വസ്തുക്കൾ, മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേയധികം ശിലകൾ, കുഞ്ഞിശിലകൾ, അല്ലെങ്കിൽ അന്നത്തെ ഓലകൾ, അങ്ങനെയുള്ള രേഖകൾ. ഇതുകൂടാതെ ജൈവേതര അവശിഷ്ടങ്ങൾ, അതായത് ഈ പറയുന്ന റെമനൻസ്, അന്നത്തെ ഈ ശവശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇവയൊക്കെയാണ് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവിധ വിഭാഗത്തിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുരാലിഖിതങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലോഹത്തകിടുകളിൽ രചിച്ചിട്ടുള്ള, ഓലകളിൽ രചിച്ചിട്ടുള്ള, ഇതുകൂടാതെ ശിലാലിഖിതങ്ങളായിട്ട് ശിലകളിൽ കൊത്തിവെച്ചിട്ടുള്ള, ഇങ്ങനെയൊക്കെ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് അറിവുകൾ ലഭിക്കാനായിട്ട് തുടങ്ങുന്നു. ഇനി നമുക്ക് കൊച്ചിയിൽ നിന്ന് 25 കിലോമീറ്റർ വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണം, ആ ഒരു പ്രദേശത്ത് 2004 പൈതൃക പഠന കേന്ദ്രവും 2007 മുതൽ KCHRും പര്യവേഷണം നടത്തുണ്ടായി. അന്ന് റോമൻ ഭരണികൾ, അതേപോലെ തന്നെ സിഗിലാറ്റ പാത്രങ്ങൾ, ടെറാക്കോട്ടയുമായിട്ട് പോലെയുള്ള പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, മുത്തുകൾ, ചേര നാണയങ്ങൾ, ബ്രാഹ്മി ലിഖിതങ്ങൾ, ഇവയൊക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാധനങ്ങളിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തറകൾ, അതേപോലെ തുറകൾ, 6 മീറ്റർ നീളമുള്ള വള്ളം, ഇവയൊക്കെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഈജിപ്തിലുള്ള ബറൈനിക്കയിൽ നിന്നും മലബാർ കുരുമുളക് നിറച്ച ഭരണി കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാരവും കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ അന്ന് നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് കാലഘട്ടത്തിലെ ആ ഒരു രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു ഭരണരീതി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അന്നത്തെ ആ ഒരു മുഖ്യ അധികാരമായിട്ടുള്ള ആ ഒരു വ്യവസ്ഥ, ആ ഒരു ചീഫ്ഡം എന്ന് പറയുന്നത്, സംഘകാലത്തെ ആ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 3 രീതിയിലായിരുന്നു വിഭജിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ കിഴാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരുകളിലെ പ്രധാനപ്പെട്ട കുടുംബത്തലവനാണ്, അതായത് ഗ്രാമത്തലവനെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരാളാണ് കിഴാർ എന്ന് പറയുന്നത്. അപ്പോൾ ഊർ കിഴാർ എന്ന് പറയുന്നു. അയാൾ ആ ഒരു പ്രദേശത്തുള്ള അധിപനായിട്ട് നിലനിൽക്കുകയും കാർഷിക നിലങ്ങളുടെ അധിപനായിട്ട് എന്ത് ചെയ്യുന്നു, അവരോധിക്കപ്പെടുകയും ചെയ്യുന്ന ആളാണ് കിഴാർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വേളിറാണ്. വേളിർ എന്ന് പറയുമ്പോൾ കുന്നിൻ പ്രദേശങ്ങളുടെ അധിപൻ, കുന്നിൻ പ്രദേശങ്ങളുടെയും കാടുകളുടെയും അധിപരായിട്ടുള്ള വേട്ട നായകന്മാരെയാണ് വേളിർ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വരുമ്പോൾ വേന്തർമാരാണ്, വേന്തന്മാർ. അപ്പോൾ വേന്തർ എന്ന് പറയുമ്പോഴത്തേക്കിനും ചേര, ചോള, പാണ്ഡ്യ വംശങ്ങളിലെ പ്രധാന മുഖ്യന്മാരെയാണ് ഈ പറയുന്ന വേന്തർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യ വംശങ്ങൾ 3 വംശമുള്ളത് കൊണ്ട് തന്നെ ഇവരെ 3 പേരെയും കൂടെ ചേർത്തുകൊണ്ട് മൂവേന്തർമാർ എന്ന് വിളിക്കപ്പെടുന്നു. ഈ ഒരു ചേര വംശാവലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം പതിറ്റുപത്ത് എന്ന് പറയുന്ന സംഘകാല കൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ പതിറ്റുപത്തിൽ ഉദയൻ വംശാവലിയെയും ഇരുമ്പുറൈ വംശാവലിയെയും കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ചേര സാമ്രാജ്യം നിലനിന്നിരുന്ന ഭാഗമാണ് ഇന്ന് കേരളം ഇരിക്കുന്ന ഈ ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. പുകലൂർ ഭ്രാമലിഖിതത്തിൽ ഇരുമ്പുറൈ വംശത്തിലെ 3 ചേര രാജാക്കന്മാരെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പരാമർശിച്ച് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് അന്ന് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും ബഹുസാംസ്കാരികതകളെ കുറിച്ചിട്ടുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അന്ന് കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളും അതേപോലെ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആരാധനാ രീതികളും എങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത്. അന്നത്തെ ക്ഷേത്രങ്ങളുടെ വിഭാഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ബ്രാഹ്മണന്മാരുടേതും അബ്രാഹ്മണരായിട്ടുള്ള ആളുകളുടേതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധനാ രീതികളും ക്ഷേത്രങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ബ്രാഹ്മണരായിട്ടുള്ള സഭയർ, ശാന്തികൾ, ഇവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങളും അബ്രാഹ്മണരായിട്ടുള്ള പൊതുവാൾമാർ, വാര്യം, കൊട്ടികൾ, നങ്ങിച്ചുമാർ, അല്ലെങ്കിൽ നർത്തകിമാർ, ചാക്യാർമാർ, ഇവരുടെയൊക്കെ ചേർന്നിട്ടുള്ള ക്ഷേത്രങ്ങളും അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വൈഷ്ണവരായിട്ടുള്ള, അതായത് വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ഡൈറ്റിയെ പൂജിക്കുന്ന വൈഷ്ണവരായിട്ടുള്ള ആളുകൾ ആഴ്വാർമാരും, അതേസമയം ശിവനെ പൂജിക്കുന്ന, ശിവൻ എന്ന് പറയുന്ന ആ ഒരു ഡൈറ്റിയെ പൂജിക്കുന്ന ആളുകൾ എന്താവുന്നുണ്ട്, നായനാർമാരെന്നറിയപ്പെടുന്ന വിഭാഗവുമായിട്ട് വേർതിരിക്കുകയും പിൽക്കാലത്ത് ഇവർ തമ്മിലുള്ള പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ തമിഴ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം സിനിമകളിൽ ഈ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ചരിത്രപരമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നതും ഉണ്ട്. അപ്പം അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ആ ഒരു പ്രസ്ഥാനങ്ങൾ ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇതുകൂടാതെ പ്രാചീന കാലഘട്ടത്തിൽ നിന്നും ബുദ്ധമതത്തിൻ്റെ അവശേഷിപ്പുകളും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കരുമാടി, മാവേലിക്കര, പള്ളിക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് ബുദ്ധ പ്രതിമകൾ ലഭിക്കുകയുണ്ടായി. ശ്രീമൂലവാസം പ്രധാന ബുദ്ധവിഹാരമായിരുന്നു എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ശാസ്ത ആരാധന ബുദ്ധ സ്വാധീനമായിട്ട് കരുതുന്നുണ്ട്. ശാസ്താവിൻ്റെ ഒരു ആരാധന, ശാസ്ത ആരാധന ബുദ്ധമതത്തിൻ്റെ ആ ഒരു സ്വാധീനമായിട്ട് കരുതപ്പെടുന്നുണ്ട് എന്ന് കണക്കാക്കുന്നു. ഇതുകൂടാതെ ജൈന മതത്തിൻ്റെ അവശേഷിപ്പുകൾ ഉദയൻ ചേരലാതൻ എന്ന് പറയുന്ന ആ ഒരു രാജാവ് അല്ലെങ്കിൽ വടക്കിരിക്കൽ എന്ന് പറയുന്ന ആ ഒരു ജൈന രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം വിശ്വാസങ്ങൾ പുലർത്തി വരുന്നുണ്ട്. തൃക്കുന്നവായി, ആലത്തൂര്, കല്ലിൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ജൈന മതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരാധനയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ ക്രിസ്തുമതം CE 849 നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഈ തരിസാപ്പള്ളി താമ്ര ശാസനം എന്ന് പറയുന്നത് കൊല്ലത്ത് ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ അധിവാസത്തെ സൂചിപ്പിക്കുന്ന തെളിവുകൾ നൽകുന്നവയാണ്. അടുത്തതായിട്ട് ജൂതമതമാണ്. CE 1000 നൂറ്റാണ്ടിൽ ജൂത താമ്രശാസനം ജോസഫ് റബ്ബാനെയും 5 വണ്ണം വ്യാപാര സംഘത്തെയും കുറിച്ചിട്ട് അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇസ്ലാം മതമാണ് അടുത്തതായിട്ട്. പന്തലായിനി, മാടായി, ചേരമാൻ പള്ളി എന്നിവിടങ്ങളിലെ ലിഖിതങ്ങളിൽ നിന്ന് ഇസ്ലാം മതം എന്ന് പറയുന്ന മതം അന്നത്തെ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്നു എന്നും വ്യാപരിച്ചിരുന്നു എന്നുമുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ചരിത്രരേഖകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന് ശേഷം നടന്നിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1200 മുതൽ 1800 CE വരെ. അപ്പോൾ അന്നത്തെ ആ ഒരു ബഹുവിള ഉൽപ്പാദനം പെരുമാൾ കാലഘട്ടത്തിന് ശേഷവും ബഹുവിള രീതി തുറന്നു പൊയ്ക്കൊണ്ടിരുന്നു. കൃഷി രീതിയിൽ നെല്ല് ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യവിളയായിട്ട് തന്നെ തുടരുകയും ചെയ്തു. കൃഷിയുടെ വ്യാപനം എന്ന് പറയുമ്പോഴത്തേക്കും പുഴയോരങ്ങൾ, കുന്നുകൾക്കിടയിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ, കൊച്ചിക്കും കൊല്ലത്തിനും ഇടയിലുള്ള കായൽ നിലങ്ങൾ ഇവയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് വീണ്ടെടുക്കുകയുണ്ടായി. കുറുമ്പ, ചന്നൽ, പൊൻകാളി, ആനക്കോടൻ, ചോളൻ, കാടൻ, മോടൻ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നെല്ലിനങ്ങളും കൃഷിരീതികളും ഒക്കെ തന്നെ പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഇത് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ആ ഒരു ചരിത്ര കൃതിക്കകത്ത് നമുക്ക് ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് കാലഘട്ടത്തിലെ അരി ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് വിളവ് മോശമാകുന്ന സമയത്ത് ഒറീസയിൽ നിന്നും അരി ഇറക്കുമതി ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുരുമുളക്, നാളികേരം, അടയ്ക്ക തുടങ്ങിയിട്ടുള്ള നാണ്യവിളകളും അന്ന് കൃഷി ചെയ്തിരുന്നു. കുരുമുളക് പുരയിടങ്ങളിൽ ഇടവിളയായിട്ടും കൃഷി ചെയ്തിരുന്നു, ഇപ്പോഴൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇതുകൂടാതെ തേക്ക്, ഈട്ടി, കടമ്പ് തുടങ്ങിയിട്ടുള്ള തടികൾ വനവിഭവങ്ങളായിട്ട് ശേഖരിക്കുകയും അവയൊക്കെ തന്നെ വ്യാപാരം ചെയ്യുകയും ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അടുത്തതായിട്ട് വ്യാപാരവും ആഭ്യന്തരവും വിദേശവുമായിട്ടുള്ള ഒരു വ്യാപാര രീതിയുമാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ പ്രാദേശിക വ്യാപാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു വ്യാപാരം വർദ്ധിക്കുന്നതോടുകൂടി ചന്തകളും അങ്ങാടികളും സജീവമായിട്ട് വളർന്നു വന്നു. അരി, അതേപോലെ തന്നെ തിനവിള, വെളിച്ചെണ്ണ, ഉപ്പ്, മീൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ വിനിമയം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാർട്ടർ സിസ്റ്റം, സാധനം കൊടുത്ത് സാധനം വാങ്ങുന്ന ആ ഒരു രീതി അന്ന് കാലഘട്ടത്തിലും വന്നിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ അന്തർ സംസ്ഥാനമായിട്ടുള്ള വ്യാപാരം, തമിഴ് ബ്രാഹ്മണർ അരിയും തുണിയും കൊണ്ടുവരികയും സുഗന്ധവ്യഞ്ജനങ്ങൾ പകരമായിട്ട് കേരളത്തിൻ്റെ ഈ ഒരു പ്രദേശത്ത് നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അടുത്തതായിട്ട് കുതിര വ്യാപാരമാണ്. ചോളരേഖകളിലും അതേപോലെ തന്നെ ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുന്ന ആ ഒരു ചരിത്ര കൃതിക്കകത്തും ഈ ഒരു പലതരത്തിലുള്ള ഒരു കുതിര വ്യാപാരം നിലനിന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതുകൂടാതെ വള്ളുവനാട്ടിലുള്ള കുളമുക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു കുതിര വ്യാപാരത്തിന് വളരെയധികം ഫേമസ് ആയിരുന്ന ഒരു പ്രദേശം കൂടി ആയിരുന്നു. വ്യാപാരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അടുത്തത് വളരെ പ്രധാനമായിട്ടുള്ളത് അറബ് വ്യാപാരമാണ്. യൂറോപ്യന്മാരെ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ വ്യാപാര കുത്തക പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വളരെ മുൻപ് തന്നെ അറബികൾക്ക് കേരളവുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. അപ്പോൾ കോഴിക്കോടായിരുന്നു അവരുടെ വ്യാപാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അറബ് സഞ്ചാരികൾ മലബാറിലെ കുരുമുളകിൻ്റെ നാട് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ ചൈനീസ് വ്യാപാരം, ഇബൻ ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി ചൈനീസ് കപ്പലുകളെ, ജങ്സ്, സാവു, കക്കം എന്നുള്ള ആ ഒരു കപ്പലുകളെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. ചൈനീസുകാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ആ ഒരു ചൈനീസ് പട്ട്, മൺപാത്രങ്ങൾ ഇവയൊക്കെ തന്നെ അന്ന് കാലഘട്ടത്തിലെ ഇറക്കുമതി ചെയ്തിരുന്നു. അടുത്തതായിട്ട് ചൈനീസ് മൺപാത്രങ്ങളാണ്. കൊല്ലം, പന്തലായിനി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും അന്ന് കാലഘട്ടത്തിലുള്ള ചൈനീസ് മൺപാത്രങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്.
അടുത്തതായിട്ട് നാടുവാഴി സ്വരൂപങ്ങളും സങ്കേതങ്ങളും. ഈ പറയുന്ന സ്വരൂപങ്ങൾ ഈ മൂവേന്ദന്മാരുടെ ഭരണത്തിന് ശേഷം ഈ സ്വരൂപങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. മരുമക്കത്തായ തറവാടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാഷ്ട്രീയ യൂണിറ്റുകളായിരുന്നു സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോലത്ത് നാട്, സാമൂതിരി, കൊച്ചി, അതിനുശേഷം വേണാട്, ഈ രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഈ സ്വരൂപത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അതിൻ്റെ ആ ഒരു സ്വരൂപത്തിൻ്റെ തലവനായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ആ തലവനായിട്ട് മാറുന്ന സമയത്ത് അരിയിട്ട് വാഴ്ച, ഹിരണ്യഗർഭം തുടങ്ങിയിട്ടുള്ള വിപുലമായിട്ടുള്ള കിരീടധാരണ ചടങ്ങുകളും നടത്തി പോന്നിരുന്നു. ഇതിൻ്റെ പിൽക്കാലത്തുള്ള ചരിത്രം നമ്മൾ തിരുവിതാംകൂറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ ഈ സ്വരൂപങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സൈന്യം എന്ന് നിലനിന്നിരുന്നു. അതിനകത്ത് തന്നെ 1000-അവർ 10,000-അവർ എന്നിങ്ങനെയായിരുന്നു ആ സൈന്യം ഉണ്ടായിരുന്നത്. ബ്രാഹ്മണ ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശങ്ങൾ, അതേപോലെ രാജാക്കന്മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൻ്റെ പുറത്തായിരുന്ന ഈ ഒരു മേഖല, ഇതൊക്കെ തന്നെ എന്തായിരുന്നു? ഈ പറയുന്ന സ്വരൂപങ്ങളുടെ കീഴിലായിരുന്നു നിലനിന്നിരുന്നത്. സങ്കേത ഭരണം നടത്തിയിരുന്ന ഒരു ബ്രാഹ്മണ സമിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സങ്കേതങ്ങൾ പിരിച്ചിരുന്ന ഒരു നികുതിയെ പറയുന്ന പേരാണ് രക്ഷാഭോഗം എന്ന് പറയുന്നത്. സങ്കേത ഭരണം നടത്തിയിരുന്ന ആ ഒരു ബ്രാഹ്മണ സമിതിയുടെ പേരാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ യോഗം എന്താണ്, രക്ഷാഭോഗം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് ഭൂ ഉടമസ്ഥാവകാശങ്ങളും കാർഷിക ബന്ധങ്ങളുമാണ്. ജന്മം എന്ന് പറയുന്ന സമയത്ത് പരമ്പരാഗതമായിട്ടും പൂർണ്ണമായിട്ടുമുള്ള ഉടമസ്ഥാവകാശത്തെ പറയുന്ന പേരാണ് ജന്മം എന്ന് പറയുന്നത്. ഉടമയെ അതുകൊണ്ട് തന്നെ ജന്മി എന്നും വിളിക്കുന്നു. ക്ഷേത്രങ്ങൾ, ബ്രാഹ്മണര്, ഇവരുടെ ആ ഒരു ഭരണ കുടുംബങ്ങൾ, അതൊക്കെയായിരുന്നു പൊതുവെ ജന്മം പതിച്ചു കിട്ടിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വെറുംപാട്ടമാണ്. വെറുംപാട്ടം എന്ന് പറഞ്ഞാൽ ഭൂമി പാട്ടത്തിനെടുക്കുന്ന ഒരു രീതിയാണ്. ഉൽപാദനത്തിൻ്റെ ഒരു പങ്ക് പാട്ടമായിട്ട് ആ ഭൂമിയുടെ ഉടമസ്ഥന് അല്ലെങ്കിൽ ജന്മിക്ക് നൽകണം എന്നുള്ള വ്യവസ്ഥയാണ് വെറുംപാട്ടം. പിന്നെയുള്ളത് കാണമാണ്. പണയാധാര വ്യവസ്ഥയിൽ നിശ്ചിത തുക മുൻകൂറായിട്ട് നൽകി കൃഷി അവകാശം നേടുന്ന ആ ഒരു രീതിയാണ് കാണം എന്ന് പറയുന്നത്. കുഴിക്കാണം എന്ന് പറയുന്ന സമയത്ത് പുതുതായിട്ട് കൃഷി ചെയ്യുന്ന ഭൂമിയിലോ മരങ്ങളിലോ ഉള്ള ഒരു ഉടമസ്ഥാവകാശത്തെയാണ് കുഴിക്കാണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് സാമൂഹ്യ ശ്രേണിയെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ആ ഒരു സാമൂഹ്യ ശ്രേണിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ജന്മിയായിരുന്നു നിലനിന്നിരുന്നത്. അത് കഴിഞ്ഞാൽ കുടിയാൻ, അല്ലെങ്കിൽ അവിടെ ജന്മിയുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന കാണക്കാരൻ, അതിൻ്റെ താഴെ അടിയാർമാർ അല്ലെങ്കിൽ ആളടിയാർമാർ, ഭൂരഹിത തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നിലനിന്നിരുന്നു. അന്നത്തെ ഗ്രന്ഥവരികൾ, മധ്യകാല ചരിത്ര രേഖകളായിട്ടുള്ള മതിലകം ഗ്രന്ഥവരി, കൊച്ചി ഗ്രന്ഥവരി, കോഴിക്കോട് ഗ്രന്ഥവരി, ഇവയിൽ നിന്നുമൊക്കെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അന്ന് കാലത്ത് ഈ ഒരു കാർഷിക ബന്ധങ്ങളെയും സാമൂഹ്യ പദവികളെയും ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം ആ ഒരു പ്രത്യേകതകൾ നിലനിന്നിരുന്നു. ഈ എന്താണോ ചെയ്യുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക പദവി, ഇവയൊക്കെ എന്ത് ചെയ്തിരുന്നു? ഈ ഒരു ജാതി വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ തന്നെ മതവിഭാഗങ്ങളായിട്ട് അന്ന് നിലനിന്നിരുന്നു. ഇവരൊക്കെ തന്നെ വ്യാപാരത്തിലും കൃഷിയിലും സജീവമായിട്ട് ഇടപെട്ടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ തൊഴിൽ വിഭാഗങ്ങൾ, തച്ചർമാർ, കുശവന്മാർ, കാലവാണിയർമാർ, വാണിയർമാർ, വണ്ണാർ തുടങ്ങിയവരൊക്കെ ക്ഷേത്രങ്ങളുമായിട്ടും സ്വരൂപങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള തൊഴിലുകൾ അനുഷ്ഠിച്ചു പോന്നിരുന്നു. അന്നത്തെ ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, മൂവേന്തർമാരായിരുന്നു ഭരണം നിർവഹിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, ഇവരെ 3 പേരെയും ചേർത്തുകൊണ്ടാണ് മൂവേന്തർമാർ എന്ന് വിളിച്ചിരുന്നത്. അവരുടെ ആ ഒരു സ്ഥാനപ്പേര് മൂവേന്തർ അല്ലെങ്കിൽ മൂവരശർ എന്നും വിളിച്ചിരുന്നു. അവരുടെ സ്ഥാനപ്പേരുകൾ കോ, കോൻ, കടുങ്കോ എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ചേരന്മാരെ വഞ്ചി എന്നും ചോളർമാരെ ഉറയൂർ, പാണ്ഡ്യന്മാരെ മധുര എന്നീ ഒരു പ്രദേശങ്ങളായിരുന്നു അവരുടെ ആ ഒരു പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം അല്ലെങ്കിൽ തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് കുറവർ, കാനവർ, വേടർ, ആയർ അല്ലെങ്കിൽ ഇടയർ, ഉഴവർ, പരതവർ, മീനവർ, ഉമണർ, ഉപ്പുണ്ടാക്കുന്ന ആളുകളാണ് ഉമണർ, നമ്മൾ പറഞ്ഞു. കൊല്ലൻ, തച്ചൻ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഈ മൂവേന്തന്മാരുടെ ഭരണകാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് ജോലി ചെയ്ത് നിലനിന്നിരുന്നു. അടിസ്ഥാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് കുടിയാണ്. ബന്ധുത്വ ഗ്രൂപ്പുകളെയാണ് കുടികൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി സുപ്രധാനമായിട്ടുള്ള കുറച്ചധികം ചരിത്ര സ്മാരകങ്ങളാണ്. തളിക്ഷേത്രം, സാമൂതിരിയുടെ കാലത്ത് പ്രശസ്തമായിട്ടുള്ള രേവതി പട്ടത്താനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിത സദസ്സ് തളിക്ഷേത്രത്തിലായിരുന്നു നിലനിന്നിരുന്നത്. പിന്നെയുള്ളത് മിഷ്കാൽ പള്ളിയാണ്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധകേന്ദ്രമായിരുന്നു മിഷ്കാല്. ദേവമാതാ കത്തീഡ്രൽ 1513 നിർമ്മിക്കപ്പെട്ട കോഴിക്കോട്ടെ പോർച്ചുഗീസ് സ്വാധീനത്തിൻ്റെ സ്മാരകമാണ് ദേവമാതാ കത്തീഡ്രൽ.
അടുത്തതായിട്ട് കടൽപ്പാലമാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് കോഴിക്കോടിനുണ്ടായിട്ടുള്ള ഒരു വ്യാപാര ബന്ധത്തിൻ്റെ തെളിവായിട്ട് ഈ ഒരു കടൽപ്പാലവും നിലനിൽക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട ഒരു സ്മാരകങ്ങൾ എന്ന് പറയുന്നത് കരുമാടിക്കുട്ടൻ സ്മാരകം, ചന്ദ്രഗിരി കോട്ട, പുനലൂർ തൂക്കുപാലം, ഈ കാണുന്ന പുനലൂർ തൂക്കുപാലം, സിനഗോഗ്, വാഗൺ രാജയുടെ സ്മാരകം എന്നിവയൊക്കെയാണ്. അപ്പോൾ സംഘകാലത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയുണ്ടായി അല്ലേ. സംഘകാലഘട്ടത്തിലെ അല്ലെങ്കിൽ മൂവേന്തന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു തമിഴക മേഖലയെക്കുറിച്ചിട്ടുള്ള ഒരു മേജറായിട്ടുള്ള ചരിത്ര സ്രോതസ്സാണ്, സാഹിത്യ സ്രോതസ്സാണ് ഈ പറയുന്ന സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. ഇത് കുറുന്തൊകൈ എന്ന് പറയുന്ന ഒരു രചനയാണ് ഈ കാണുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ആ ഒരു പുനർനിർമ്മാണത്തിന് ഈ സാഹിത്യ കൃതികൾ വലിയ പങ്ക് വഹിച്ചിരുന്നു. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുന്തൊകൈ, നറ്റിണൈ, ഈ നറ്റിണയ്ക്കകത്ത് പ്രാചീന കേരളത്തെക്കുറിച്ചിട്ടുള്ള ചരിത്രങ്ങൾ പറഞ്ഞു പോകുന്നും ഉണ്ട്. അപ്പം അന്നത്തെ ആ ഒരു മണിപ്രവാള കൃതികൾ 12 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ, അതായത് സംസ്കൃതത്തിൻ്റെയും മലയാളത്തിൻ്റെയും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ആ ഒരു ഭാഷാ രീതി പിന്തുടർന്നിരുന്ന രചനകൾ നിലനിന്നിരുന്നു. അന്നത്തെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചിട്ടും സമൂഹത്തെക്കുറിച്ചുമൊക്കെ മണിപ്രവാള കൃതികളിൽ പറഞ്ഞു പോകുന്നു. അതുകൂടാതെ വടക്കൻ പാട്ടുകൾ, മധ്യകാല മലബാറിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം പറയുന്നതാണ് ഈ ഒരു വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഇന്ദുലേഖ, ഒ ചന്തുമേനോൻ രചിച്ചിട്ടുള്ള ഇന്ദുലേഖ എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ മലബാറിലുള്ള സാമൂഹിക ചരിത്രം മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നവയാണ്. അടുത്തതായിട്ട് കോകില സന്ദേശമാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ചിട്ടുള്ളതാണ്. 15-ാം നൂറ്റാണ്ടിലെ കോഴിക്കോട് നഗരത്തെയും അവിടുത്തെ കപ്പൽ വ്യാപാരത്തെയും കുറിച്ച് കോകില സന്ദേശത്തിൽ വിവരിക്കുന്നു. പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മറ്റൊരു സ്രോതസ്സാണ് ഈ സഞ്ചാരക്കുറിപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സഞ്ചാരക്കുറിപ്പുകൾക്കകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്? പ്രധാനമായിട്ടും പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൾ റസാഖ് 15-ാം നൂറ്റാണ്ടിൽ രചിച്ചിട്ടുള്ള ഒരു സാഹിത്യ സഞ്ചാരകൃതി കോഴിക്കോട് തുറമുഖത്തെ വിദേശ വ്യാപാരത്തെക്കുറിച്ച് അതിനകത്ത് വിവരിച്ചു പോകുന്നുണ്ട്. നഗരത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച്, നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ഇവയൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. കമ്പോളത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാജാവിനായിരുന്നു എന്നും ചരക്കുകളുടെ 40-ൽ 1 ഭാഗം ചുങ്കമായി രാജാവ് ഈടാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കയറ്റുമതി വസ്തു കുരുമുളകായിരുന്നു. ആ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പ്രദേശത്തിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക ഘടന, സാമൂഹിക ജീവിതം ഇവയൊക്കെ തന്നെയും ഈ സഞ്ചാരക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വ്യക്തമായിട്ട്. ഇപ്പോൾ കേരളം സന്ദർശിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേയധികം സഞ്ചാരികൾ എന്ന് പറയുമ്പോൾ ഗ്രീസിൽ നിന്നുള്ള മെഗസ്തനീസ്, അത് കഴിഞ്ഞാൽ പേർഷ്യയിൽ നിന്നും സുലൈമാൻ, പേർഷ്യയിൽ നിന്ന് തന്നെ അബ്ദുൾ റസാഖ്, വെനീസിൽ നിന്ന് വന്നിട്ടുള്ള മാർക്കോ പോളോ, മൊറോക്കോക്കാരനായിട്ടുള്ള ഇബൻ ബത്തൂത്ത, വെനീസുകാരനായിട്ടുള്ള നിക്കോളോ കോണ്ടി, ചൈനക്കാരനായിട്ടുള്ള മാഹ്വാൻ, പോർച്ചുഗലുകാരനായിട്ടുള്ള ബാർബോസ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട സഞ്ചാരികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സംഘകാല കൃതികൾക്കും സഞ്ചാര സാഹിത്യ കൃതികൾക്കും ശേഷം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് അതിനുശേഷം രചിച്ചിട്ടുള്ള സാഹിത്യ കൃതികളായിരിക്കും. സുപ്രധാനമായിട്ടും എഴുത്തുകാർ രചിച്ചിട്ടുള്ള അവരുടെ ആ ഒരു ജീവചരിത്രത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മകഥകൾ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട കുറേയധികം സ്രോതസ്സുകളാണ് ആത്മകഥകളും ജീവചരിത്രങ്ങളും. നമ്മുടെ പാഠപുസ്തകത്തിനകത്ത് തകഴിയുടെ ആത്മകഥയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മകഥ വായിക്കുമ്പോൾ അന്നത്തെ ജീവിത രീതിയെക്കുറിച്ച്, വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട്, അതേപോലെ തന്നെ സോപ്പ് ഒരു അപൂർവ വസ്തു ആയിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഇവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇനിയും കുറേ വർഷങ്ങൾ കൂടെ കഴിയുമ്പോഴത്തേക്കിനും അന്ന് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്രോതസ്സുകൾ എടുത്തു നോക്കേണ്ട ഒരു ചരിത്രമായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് മാറിപ്പോവും. ഇതിനുശേഷം നമുക്ക് ഔദ്യോഗികമായിട്ട് രേഖകൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സോഴ്സാണ് വർത്തമാന പത്രങ്ങൾ. ദൈനംദിനമായിട്ടുള്ള സംഭവങ്ങൾ അറിയാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഒരു പത്രങ്ങൾ പിന്നെ കുറേ കാലത്തിന് ശേഷം ചരിത്രം അറിയാൻ സഹായിക്കുന്ന രേഖകളായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഇന്ത്യയിലെ വിദേശാധിപത്യത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചരിത്ര വിദ്യാർത്ഥികൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിരുന്ന കുറേയധികം പത്രങ്ങളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രം അറിയാൻ വേണ്ടിയിട്ട് പത്രങ്ങൾ പ്രധാനമായിട്ടും സഹായിക്കുന്നു. അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് അറിയാനുള്ള പ്രധാനപ്പെട്ട കുറേയധികം സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രാദേശിക നിരീക്ഷണം, ഓർമ്മക്കുറിപ്പുകൾ, വാമൊഴി ചരിത്രം, സ്ഥലനാമ ചരിത്രങ്ങൾ, കുടുംബചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകൾ, ആചാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ എന്നിവയൊക്കെയാണ്.
ഔദ്യോഗിക രേഖകളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് സർക്കാർ ഓഫീസുകളിലും പുരാരേഖാ മ്യൂസിയങ്ങളിലുമൊക്കെ തന്നെ സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ കണ്ണാടിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് 1930 മെയ് 17 കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹം നടന്നു എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ രേഖകൾ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. പി കൃഷ്ണപിള്ളയും അബ്ദുൾ റഹ്മാൻ സാഹിബും ചേർന്ന് ദേശീയ പതാക സംരക്ഷിക്കാൻ നടത്തിയ പ്രതിരോധം തമിഴ്നാട് പുരാരേഖാ സമുച്ചയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ എന്ന് പറയുമ്പോൾ സെൻസസിൻ്റെ റിപ്പോർട്ട്, ഗസറ്റിൻ്റെ രേഖകൾ, കോടതി രേഖകൾ, ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള കോടതി രേഖകളും പല ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള രേഖകളും, സർവേ റിപ്പോർട്ടുകൾ, നികുതിയുടെ രേഖകൾ, പോലീസിൻ്റെ റിപ്പോർട്ട്, ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള രേഖ, ഇവയൊക്കെ നമുക്ക് ഔദ്യോഗിക രേഖകളായിട്ട് ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കേരളത്തിൻ്റെ ചരിത്രാതീതമായിട്ടുള്ള കാലഘട്ടം, ചരിത്രത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആ ഒരു അന്വേഷണത്തിൽ നമുക്ക് ലഭിക്കുന്ന ചരിത്രപരമായിട്ടുള്ള പലതരം രേഖകൾ, ഇവയെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. ആ കൂട്ടത്തിൽ സംഘകാലത്തെക്കുറിച്ചും സംഘകാല സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ SCERT വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ക്ലാസ്സോടുകൂടി തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സീരീസിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ലാസ്സുകളും കൂടെ നിങ്ങൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ. താങ്ക് യു.